പാട്ടുപാടുന്നില്ലെങ്കിലും താൻ ഇപ്പോഴും ജീവിക്കുന്നത് സംഗീതത്തിലാണെന്ന ഗായിക മിൻമിനി. സംഗീതം ഇല്ലാത്ത ജീവിതത്തെക്കുറിച്ച് തനിക്ക് ഓർക്കാനാവില്ല. തന്റെ ഓരോ ദിവസവും സംഗീതം കൊണ്ട് നിറഞ്ഞതാണെന്നും മിൻമിനി പറഞ്ഞു. ശബ്ദം പോയി എന്നത് മാത്രമല്ല, തനിക്ക് മൈക്കിന് മുന്നിൽ പാടാൻ പ്രയാസമാണെന്നും ഗായിക കൂട്ടിച്ചേർത്തു. ദി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് ഡയലോഗ്സിൽ സംസാരിക്കുകയായിരുന്നു മിൻമിനി. ഒരു സമയത്ത് പാട്ട് കേൾക്കുന്നത് ഞാൻ നിർത്തിയിരുന്നു. പാട്ട് കേൾക്കുമ്പോൾ ഭയങ്കര വിഷമമായിരുന്നു. മനസ്സിലേക്ക് വിഷമങ്ങൾ തന്നെ വന്നുകൊണ്ടേയിരിക്കും. പഴയ ഓർമ്മകളിലേക്കാണ് പാട്ടുകൾ എന്നെ കൊണ്ടുപോകാറുള്ളത്. അതുകൊണ്ട് ഞാൻ എൻ്റെ പാട്ടുകൾ കേൾക്കാതിരുന്നത്. മറ്റു ഗായകരുടെ പാട്ടുകൾ ഞാൻ സ്റ്റേജുകളിൽ പാടുമായിരുന്നു. ആ പാട്ടുകളും എന്നെ വിഷമത്തിലാക്കി. ഞാൻ എൻ്റെ മക്കൾക്കൊപ്പം സന്തോഷിച്ചിരിക്കേണ്ട സമയം ഒരു മുറിക്കുള്ളിൽ പാട്ട് കേട്ട് വിഷമിച്ചിരിക്കാൻ എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. എൻ്റെ മക്കളുടെ കൂടെ ജീവിച്ചു. മക്കൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നതും അവർക്കൊപ്പം സമയം ചെലവഴിക്കുന്നതുമായിരുന്നു എൻ്റെ സന്തോഷം. ചെടികളുടെ കാര്യങ്ങൾ നോക്കും. ഒരു വീട്ടമ്മ എന്ന നിലയിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യും. അതാണ് ഞാൻ. പാട്ടുകാരി എന്നത് സ്റ്റുഡിയോയിലേ ഉള്ളൂ. ഭയങ്കര തിരക്കു പിടിച്ച പാട്ടുപാടി നടന്നിരുന്നെങ്കിൽ മക്കളെ ഇത്ര നന്നായി നോക്കാൻ സാധിക്കുകയില്ലായിരുന്നുവെന്ന് എനിക്ക് തോന്നാറുണ്ട്. ശബ്ദം പോയ ശേഷം റഹ്മാൻ എന്നെ വീണ്ടും പാട്ടുപാടിക്കാൻ ശ്രമിച്ചു. ഞാനതിന് തയ്യാറായിരുന്നില്ല. പക്ഷേ അദ്ദേഹം നിർബന്ധിച്ചു. ഭാരതി രാജ സാറിന്റെ സിനിമയിൽ പച്ചക്കിളി പാടും എന്ന പാട്ടാണ് പഠിച്ചത്. ഒരു കണക്കിനാണ് ഞാൻ ആ വരികൾ പാടിയത്. റഹ്മാന്റെ കഴിവും ടെക്നോളജിയും ഉപയോഗിച്ചാണ് അതൊരു പാട്ടാക്കി മാറ്റിയത്. ആ പാട്ട് നന്നായി പാടാൻ പറ്റിയില്ല എന്നതിൽ എനിക്ക് ഇപ്പോഴും വേദനയുണ്ട്. ശബ്ദം പോയതിനു ശേഷം സംഗീത രംഗത്ത് നിന്ന് ആരും എന്നെ പാട്ടുപാടാൻ വിളിച്ചിട്ടില്ല. എല്ലാവർക്കും എന്നോട് വലിയ സ്നേഹമായിരുന്നു. അവർക്കെല്ലാം എന്നെ അഭിമുഖീകരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കാം. ശബ്ദം പോയപ്പോൾ എന്റെ കുടുംബം ഒന്നാകെ പിന്തുണച്ചു. വിവാഹത്തിന് മുൻപാണ് ശബ്ദം നഷ്ടപ്പെടുന്നത്. എന്റെ ചികിത്സ ചെന്നൈയിലായിരുന്നു. ആ സമയത്ത് എന്നെ നോക്കിയത് ഗായകൻ മനോയും ഭാര്യയുമാണ്. സ്വന്തം കുഞ്ഞിനെ പോലെയാണ് അവർ എന്നെ നോക്കിയത്. ENT സ്പെഷ്യലിസ്റ്റിനെയും ഗാസ്ട്രോ എൻട്രക്കോളജിസ്റ്റിനെയുമെല്ലാം കണ്ടു. നിരവധി ടെസ്റ്റുകൾ നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്തിയിരുന്നില്ല. എന്റെ ശബ്ദം പോയി എന്ന് മാത്രമല്ല, മൈക്കിന് മുന്നിൽ എനിക്ക് പാടാൻ കഴിയില്ല. എന്റെ ജീവിതം സംഗീതം കൊണ്ട് നിറഞ്ഞതാണ്. എന്റെ ഭർത്താവും കുട്ടികളുമെല്ലാം സംഗീതജ്ഞരാണ്. ഞങ്ങൾ സംസാരിക്കുന്നതും സംഗീതമാണ്. ഞങ്ങൾക്ക് കൊച്ചിയിൽ ഒരു മ്യൂസിക് അക്കാഡമി ഉണ്ട്. മുൻപ് പാടിയിരുന്നത് പോലെ പാട്ടുപാടാൻ എനിക്കാവില്ല. മുൻപ് സ്റ്റേജിൽ 15-16 ഗാനങ്ങൾ പാടിയിരുന്നെങ്കിൽ ഇപ്പോൾ 4-5 പാട്ടുപാടുമെന്നും മിൻമിനി പറഞ്ഞു.